ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ നോക്കിയാലോ. അപ്പം എന്താ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, പക്ഷെ ഒന്നുമല്ല. പുറത്ത് അടുപ്പത്താണ് ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്, അതാണ് രീതി മാറ്റി പിടിച്ചതെന്ന് പറഞ്ഞാൽ. അപ്പം ഈ ചട്ടീൻ്റെ കോലം കണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. അടുപ്പത്ത് വെക്കുമ്പം യൂസ് ചെയ്യുന്ന ചട്ടിയാണിത്. അപ്പം അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും ആഡ് ചെയ്തിട്ട് വീണ്ടും അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പാർട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാർട്സിലെ മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പാർട്സ് മാത്രമാണ് ആദ്യം, കാരണം മുട്ടയ്ക്ക് അധികം വേവ് വരാത്തതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഇതും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു വരട്ട് പോലെയാണ് ഏകദേശം വെക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. പാർട്സിന് അത്യാവശ്യം നല്ല വേവ് വേണ്ട സാധനമാണ്. അപ്പം നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയിലയും പിന്നെ കുറച്ചധികം കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ട ഞാൻ പറഞ്ഞല്ലോ, മുട്ട ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത്രയും പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി കോഴിപ്പാട്സ് റെഡിയാവും. ഈ ചിക്കനേക്കാളും ഞാൻ പേഴ്സണലി കോഴിപ്പാട്സിനോടാണ് കുറച്ചുകൂടി എനിക്കിഷ്ടം കൂടുതൽ കേട്ടോ. ചിക്കൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പം ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കണ്ട, എന്തായാലും ചെയ്യണം. നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം.